നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ രാജ്യത്തെ ശുദ്ധീകരിക്കാൻ, ജനാധിപത്യത്തെ ശുദ്ധീകരിക്കാൻ ഏത് ബില്ല് വന്നാലും ഉടൻ തന്നെ എല്ലാവരും കൂടെ ചാടിയിറങ്ങും. അത് ഭരണകക്ഷി എന്തോ വലിയ കാര്യത്തിന് ചെയ്യാനാണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരു ബില്ല് കൊണ്ടുവരാൻ കഴിയത്തില്ല. കാരണം ഭരണകക്ഷി അത് ദുർവിനിയോഗം ചെയ്യുമെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാം, അത്രയല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഭരണകക്ഷി ദുർവിനിയോഗം ചെയ്യുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ബില്ല് കൊണ്ടുവരാതിരുന്നാൽ രാജ്യത്ത് ബില്ലുകൾ കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വരുന്നത്, ഭരണഘടനാ ഭേദഗതി വരാൻ പോവുകയാണ്. 5 വർഷത്തിൽ കൂടുതൽ കഠിന തടവ് ലഭിക്കാൻ സാധ്യതയുള്ള കേസുകളിൽ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്താൽ 1 മാസം ജയിലിൽ കിടന്നാൽ അവരുടെ മന്ത്രിസ്ഥാനം പോകും. 1 മാസം ജയിലിൽ കിടന്നാലേ പോകുള്ളൂ, അറസ്റ്റ് ചെയ്താൽ ഉടനെ പോകില്ല. അപ്പോൾ 1 മാസം ജാമ്യം കിട്ടാതെ ജയിലിൽ, കാരണം ജാമ്യം കിട്ടാതിരുന്നാൽ വലിയ കേസാണെങ്കിലാണല്ലോ ജാമ്യം കിട്ടാതിരിക്കുന്നത്. അങ്ങനെ 1 മാസം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നാൽ 5 വർഷത്തിലധികം കേസ് വിധിക്കാൻ പറ്റുന്ന, ഇപ്പം ലാലു പ്രസാദ് യാദവ് ഒക്കെ കിടന്നതുപോലെ 5 വർഷത്തിലധികം തടവ് വരുന്ന അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന കേസുകളിൽ മന്ത്രിസ്ഥാനം പോകും. ഇത് മനോഹരമായ ബില്ലല്ലേ? അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്ന് രാജ്യത്ത് വരാൻ പോകുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. എന്നിട്ട് അവർ പറയുന്ന ന്യായം, BJP ഇതര സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ BJP ഉള്ള സംസ്ഥാനങ്ങളിലുള്ള മന്ത്രിമാർ വന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കില്ലേ? BJP ഉള്ള സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും മന്ത്രിയുടെ പേരിൽ ഇതൊക്കെ വന്നാൽ ആരെങ്കിലും കേസെടുത്താൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒക്കെ ഉള്ളതല്ലേ ഈ നാട്ടിൽ? ആരെങ്കിലും കയറി കേസെടുത്താൽ ഇതേ പ്രശ്നം പറ്റുമല്ലോ. അല്ല, സ്റ്റേറ്റ് മാത്രമല്ലല്ലോ കേസെടുക്കുന്നത്. ഇപ്പോൾ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലോ, യോഗിനാഥിൻ്റെ ഉത്തർപ്രദേശിലോ, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഛത്തീസ്ഗഡിലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇതുപോലെ ചെയ്തെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പ്രതിപക്ഷമൊക്കെ പോകും. അപ്പോൾ അവിടെ നിന്ന് വിധി വരും. 1 മാസം അർഹത്ത് കിടക്കേണ്ടി വന്നാൽ സ്ഥാനം പോവും. നല്ല ഒരു വിധിയല്ലേ അത്? നല്ല ഒരു തീരുമാനമല്ലേ? നല്ല ഒരു ഉത്തരവല്ലേ? അത് വരണ്ടേ ഭരണഘടനാ ഭേദഗതിയിൽ? പക്ഷേ നമ്മുടെ KC വേണുഗോപാൽ ഇന്നലെ വളരെ വലിയ വികാരപരമായി ലോകസഭയിൽ സംസാരിച്ചു. അമിത്ഷാ വളരെ കൃത്യമായതിന് മറുപടി പറഞ്ഞു. ഗുജറാത്തിൽ വെച്ച് അമിത്ഷായുടെ പേരിൽ ഒരു ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹം മന്ത്രിസ്ഥാനം കളഞ്ഞിട്ട് പോയി. അങ്ങനെ കളഞ്ഞിട്ട് പോണം, മാറി നിൽക്കണം എന്ന് പറയുന്നു. ഇവിടെ റെയിൽവേ അപകടമുണ്ടായപ്പോൾ രാജിവെച്ച മന്ത്രിമാരുള്ള, കോൺഗ്രസ് മന്ത്രിമാരുള്ള രാജ്യമാണ് ഇവിടെ. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ഹണി ട്രാപ്പിൽ വന്ന് രാജിവെച്ചിട്ടുണ്ട് പലരും. വളരെ വലിയ വിവാദങ്ങളിൽ പഞ്ചാബ് മോഡൽ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗം നടത്തി R ബാലകൃഷ്ണപിള്ളയ്ക്ക് പുറത്തു പോകേണ്ടി വന്നു. അതുപോലെ എത്ര പേർക്കാണ് നാവ് പിഴ കൊണ്ട് പോലും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന മന്ത്രിമാരുള്ള നാടാണ്. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി നല്ലതല്ലേ? KC വേണുഗോപാൽ ജി വളരെ നല്ലതാണ്. ഇവിടുത്തെ പത്രങ്ങളും മാധ്യമങ്ങളും അത് BJP കൊണ്ടുവരുന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അതിനെ തടസ്സപ്പെടുത്തരുത്. BJP കൊണ്ടുവന്നാലും BJPക്ക് അങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവർ ഏതെങ്കിലും മന്ത്രിയുടെക്കെതിരെ, പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സ്ഥലത്തെ ഏതെങ്കിലും മന്ത്രിക്കെതിരെ കേസ് വന്നാലും അതൊക്കെ ചലഞ്ച് ചെയ്യാനൊക്കെ ഉള്ള കോടതിയും സംവിധാനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും നടക്കാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തീർച്ചയായും ആ നിയമം വരട്ടെ. അമിത്ഷാ വളരെ കൃത്യമായി പാർലമെൻറ്റിൽ അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിയമം രാജ്യത്ത് പാസ്സാകട്ടെ. നമ്മുടെ ജനാധിപത്യം കൂടുതൽ സാർത്ഥകമാകട്ടെ. നമ്മുടെ മന്ത്രിമാർ കുറച്ചുകൂടെ കോഷ്യസ് ആവണം. തീർച്ചയായും അവർ ഏത് ഫയലിൽ തീരുമാനമെടുക്കുമ്പോഴും കാശുണ്ടാക്കുമ്പോഴും കുറച്ചുകൂടി കോഷ്യസ് ആവേണ്ടതുണ്ട്. മാത്രമല്ല, ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെയും സ്വത്തിനെ സംബന്ധിച്ചും പുതിയ നിയമം വരേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഒന്നുമില്ലാതെ 2 കൈയും വിട്ടിറങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ ചെറിയ നേതാവായാൽ പോലും വലിയ പണമുണ്ടാക്കുന്നു. അത് അഴിമതിയിലൂടെയാണ്. അതിനെതിരെയുള്ള കർശനമായ ഭരണഘടനാ ഭേദഗതി വരട്ടെ. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നതിനെ കൈയടിച്ച് നമുക്ക് സ്വീകരിക്കണം. അതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നത് ശരിയായില്ല എന്നുള്ള മറ്റ് പ്രതിപക്ഷ കക്ഷികളും രംഗത്ത് വന്നത് ശരിയായില്ല. നിങ്ങൾ ജനാധിപത്യത്തിൽ ജനങ്ങളെ നോക്കി പല്ലിളിക്കരുത്.